ഇംഗ്ലീഷ് ഡെസ്ക് എന്ന ചാനലിലേക്ക് സ്വാഗതം. എഡിറ്റ് ചെയ്യുക എന്നൊരു ചോദ്യവുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ വന്നിരിക്കുന്നത്. നോക്കാം ഇവിടെ എന്തൊക്കെ മിസ്റ്റേക്കുകൾ വന്നു, അതെങ്ങനെ കറക്റ്റ് ചെയ്യാം. There was working every day. ഇതാണ് ഒന്നാമത്തെ സെന്റൻസ്. ഇവിടെ ഒരു വേർഡ് തന്നിട്ടുണ്ട്, അതിനടുത്ത് നമ്പർ ഉണ്ട്, ക്വസ്റ്റ്യൻ നമ്പർ ഉണ്ട് എ. അപ്പോൾ ഇവിടെ വാസ് എന്ന ക്വസ്റ്റ്യൻ വാസ് എന്ന വെർബാണ് തന്നിരിക്കുന്നത്. ഈ വാസ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്, എന്നാൽ ഇവിടുത്തെ സബ്ജക്ട് ദേ എന്ന് പറയുന്ന പ്ലൂറൽ ആണ്. ഇത് രണ്ടും തമ്മിൽ ഒരിക്കലും യോജിക്കുകയില്ല. ഇനി ഇവിടെ വാസ് എന്ന് പറയുന്ന പാസ്റ്റ് ടെൻസ് ആണ്. ഈ വെർബ് പാസ്റ്റ് ടെൻസ് ആണോ വരേണ്ടതെന്ന് നോക്കാം. ഇവിടുത്തെ ഒരു ടൈം വേർഡ് തന്നിട്ടുള്ളത് എവരിഡേ എന്നതാണ്. എവരിഡേ എന്നൊരു ടൈം വേർഡ് വന്നു കഴിഞ്ഞാൽ വെർബ് പ്രസന്റ് ഉപയോഗിക്കണം എന്നതാണ് നിയമം. അപ്പോൾ ഇവിടെ വാസ് ഒരിക്കലും വരില്ലല്ലോ. ഏതാ പ്രസന്റ് ഉപയോഗിക്കാൻ നോക്കാം. ഇവിടെ വാസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ബിയുടെ രൂപത്തിലുള്ള വെർബാണ്. ഇവിടെ വരേണ്ടുന്ന വെർബ് ആർ എന്നാണ്. ബിയുടെ ഫാമിലിയിൽ പെടുന്ന വെർബാണ് ആർ. ദേ ആർ വർക്കിംഗ് എവരി ഡേ എന്നാണ്. അടുത്ത നോക്കൂ, ദേ യൂസസ് എ സ്പെഷ്യൽ കോഡ്. ഇവിടെ ഈ വേർഡ് ആണ് തെറ്റ്. ദേ യൂസസ്, ദേ എന്ന് പറയുന്ന സബ്ജക്റ്റ് പ്ലൂറൽ, യൂസർ എന്ന് പറയുന്നത് യൂസസ് എന്ന് പറയുന്നത് സിംഗുലർ. സബ്ജക്ട് വെർബ് എഗ്രിമെന്റിലാണ് മിസ്റ്റേക്ക്. അവിടെ വെർബ് പ്ലൂറൽ ഉപയോഗിക്കണം. പ്ലൂറൽ ഉപയോഗിക്കുന്ന അവസരത്തിൽ ഈ അവസാനം യെസ് വരാൻ പാടില്ല. അപ്പോൾ ബിയുടെ ഉത്തരം എന്താ? യൂസ് എന്നാണ്. ദേ യൂസ്, യൂസസ് എന്ന് പറയുന്നത് സിംഗുലർ ആയി അവിടെ യൂസ് എന്ന പ്ലൂറൽ വരണം. അടുത്തത് നോക്കൂ, ഈവൻ വെൻ ഇറ്റ് റെയിൻ. റെയിൻ ആണ് ഇവിടെ അടിയിൽ വരച്ചിട്ടുള്ളത്. അവിടെ ചോദ്യം നമ്പർ ഉണ്ട് സി. എന്താണ് നമുക്ക് സിയുടെ ഉത്തരം നോക്കാം. ഇറ്റ് എന്ന് പറയുന്ന സിംഗുലർ ആണ്, ഇവിടെ റെയിൻ എന്ന് പറഞ്ഞിരിക്കുന്ന പ്ലൂറൽ ആണ്. ഇത് സിംഗുലർ ആക്കണം. സിംഗുലർ ആകുമ്പോൾ റെയിൻസ് എന്നാണ് ഉത്തരം. റെയിൻസ് എന്നാണ് ആൻസർ. ഇറ്റ് റെയിൻസ് എന്നാണ്. They never stopped their work. Their teamwork make. ഇവിടെ make ആണ് അടിയിൽ വരച്ചിരിക്കുന്നത്. make എന്ന് പറയുന്നത് പ്ലൂറൽ വെർബ് ആണ്. ഇവിടെ സബ്ജക്ട് എന്ന് പറയുമ്പോൾ their teamwork, teamwork എന്നാണ്. ഇത് teamwork എന്ന് പറയുമ്പോൾ ഇത് ഏകവചനമാണ്. അതുകൊണ്ട് ഈ വെർബ് ഏകവചനം എന്നും സിംഗുലർ വരണം. സിംഗുലർ വെർബ് ആകുമ്പോൾ അവിടെ makes എന്നാണ് വരേണ്ടത്. സിംഗുലർ ആകുമ്പോൾ makes. Their teamwork makes എന്ന് പറയണം. അടുത്തത് them successful, makes them successful and their accuracy global wins. ഈ വേർഡുകൾ പരസ്പരം മാറ്റി എഴുതുക എന്നതാണ് ഇവിടത്തേത്. മനസ്സിലായല്ലോ എങ്ങനെ എഴുതണം? അപ്പോൾ ഈ എന്ന് പറയുന്നത് എന്താണ്? ഈ വേർഡ്സ് അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റുക. വിൻസ്, വിൻസ് ഗ്ലോബൽ, വിൻസ് ഗ്ലോബൽ. അതിന്റെ ബാക്കി എന്താ? പ്രൈസ്, വിൻസ് ഗ്ലോബൽ പ്രൈസ്. ഇതാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. ഇങ്ങനെ എഡിറ്റ് ചെയ്യാനായിട്ട് ചോദ്യങ്ങൾ വരുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം വായിച്ചാൽ കൃത്യമായിട്ടും അത് പൂർണ്ണമായി നമുക്ക് എഴുതാൻ സാധിക്കും. എല്ലാവരും ഇംഗ്ലീഷ് ഡെസ്ക് എന്ന ചാനൽ കാണുകയും കേൾക്കുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്സ് രേഖപ്പെടുത്തുകയും കമന്റ് രേഖപ്പെടുത്തുകയും ചെയ്യണം എന്ന അഭ്യർത്ഥനയോടെ എൻ്റെ ക്ലാസ് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥി സമൂഹത്തിനും ഒരിക്കൽ കൂടി താങ്ക്സ്.